സുഖമായിരിക്കുക എന്നത് എല്ലാവരുടെയും ഒരു പ്രധാന ചിന്തയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ശാരീരിക സൗഖ്യമല്ല. ഈ സുഖലോലുപത മനുഷ്യർ പ്രതീക്ഷിക്കുന്നതിനാൽ പ്രസംഗവും ആ ഗതിയിലാക്കുവാൻ സുവിശേഷ പ്രസംഗകർക്കും താല്പര്യമാണ്. ജനങ്ങളുടെ സുഖവും ആശ്വാസവും മാത്രം മുൻനിർത്തി ശുശ്രൂഷിക്കുന്നത് അപകടകരമായ കാര്യമാണ്. ചിലർക്ക് ആശ്വാസത്തിൻ്റെ ദൂതല്ല വേണ്ടത്, മുന്നറിയിപ്പാണ് ആവശ്യമായിരിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സുകൾക്കായി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും വന്ദനം. മനുഷ്യജീവിതത്തിന് ശരിയായ അർത്ഥം നൽകുന്ന ലക്ഷ്യമേകുന്ന വിഷയങ്ങളാകുന്നു നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ജീവിതം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുവാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതം അനേകർക്ക് വെളിച്ചമായി തീരുവാൻ സഹായകരമാകും. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. തടവറയ്ക്കുള്ളിലിരുന്നു കൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ എഴുതുന്ന എഴുത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ പര്യാപ്തമായതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ അധ്യായത്തിൽ കഷ്ടത്തിൻ്റെ നടുവിലും സന്തോഷിക്കുവാൻ സാധിക്കുന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ചത്. 2-ാം അധ്യായത്തിൽ ശുശ്രൂഷിക്കുന്നതിലെ സന്തോഷം നാം കണ്ടു. ഇന്ന് 3-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നതിലെ സന്തോഷമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തത്വം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നതത്രേ. ഇത് നാം 1-ാം അധ്യായത്തിൽ കണ്ടു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ എന്നതാകുന്നു. ഇത് നാം 2-ാം അധ്യായത്തിൽ കണ്ടു. തുടർന്ന് ക്രിസ്തീയ ജീവിതത്തിനുള്ള സമ്മാനത്തെ, ദ പ്രൈസ്, അതേക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പൗലോസിൻ്റെ വ്യക്തിപരമായ സാക്ഷ്യത്തിൽ അതിനെ ഇപ്രകാരം സംക്ഷേപിച്ചിട്ടുണ്ട്: ക്രിസ്തു യേശുവിൽ ദൈവം നൽകുന്ന ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനായി, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഞാൻ ശീഘ്രം ഓടുകയാണ്. ദൈവം ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു എന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അത് യഹൂദനായാലും യവനനായാലും, അതൊരു മഹത്വകരമായ പ്രത്യാശയുണ്ട്. തനിക്കുള്ളവരെ ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് അവരെ ചേർക്കുവാൻ പോകുന്ന ഒരു ദിവസമാണത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പുമായിരിക്കുന്നു. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ലേഖനം പൗലോസ് അവസാനിപ്പിക്കുവാൻ പോവുകയാണെന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഈ ലേഖനത്തിൻ്റെ മധ്യഭാഗത്തെത്തിയിട്ടുള്ളൂ എന്നോർക്കണം. തുടർന്ന് എഴുതുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമാണ്. പൗലോസിൻ്റെ ഒടുവിലത്തെ ദൂത് കർത്താവിൽ സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. പൗലോസ്, തിമത്യോസ്, എപ്പഫ്രാദിത്തോസ് എന്നീ 3 വ്യക്തികളിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് എപ്രകാരം പ്രവർത്തിച്ചിരുന്നു എന്ന് കാണിച്ച് തന്നിരിക്കുന്നു. ബന്ധനത്തിലും രോഗത്തിലും അവർക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞിരുന്നു. പീഡനത്തിൻ്റെ തീച്ചുളയിലും ആദിമസഭയ്ക്ക് സന്തോഷിപ്പാൻ കഴിയുമായിരുന്നു. കാരണം അവരുടെ സമർപ്പണം അത്ര വലുതായിരുന്നു. അവർ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ക്രിസ്തുവിനെ വിളിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്, പിന്നെയോ വില കൊടുക്കുവാനുള്ള തയ്യാറോടുകൂടെയായിരുന്നു. തങ്ങൾ അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന
മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ലേഖനം എഴുതുന്നത് തന്നെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമായിരിക്കുന്നില്ല. പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനമോ കൊരിന്ത്യ ലേഖനമോ എഴുതുമ്പോൾ തനിക്കുണ്ടായിരുന്ന വിധത്തിലുള്ളൊരു ഭാരം, ഒരു വേദന പൗലോസിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഇല്ല. ഫിലിപ്പിയരുടെ കാര്യം എപ്പോഴും പൗലോസിന് സന്തോഷം നൽകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോഴൊക്കെ പൗലോസ് ആദ്യം ഓർത്തിരുന്നത് ഫിലിപ്പിയരെക്കുറിച്ചായിരുന്നു എന്ന് ഇവിടെ ധ്വനിയുണ്ട് അല്ലേ? ഇപ്പോൾ അവരും സന്തോഷിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് വാസ്തവത്തിലൊരു കൽപ്പനയാണെന്ന വസ്തുത ശ്രദ്ധിക്കുക. കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതുന്നതിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അവർ ആത്മീകമായി പക്വതയുള്ളവരായിരുന്നു. അവർ പൗലോസിനെ സ്നേഹിക്കുകയും പൗലോസ് അവരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവരോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നതിനാൽ അവർക്കെഴുതുന്നത് മുഷിച്ചിലോ മടുപ്പോ ആയി പൗലോസ് കരുതിയില്ല. താൻ എഴുതുന്നത് അവർ മനസ്സിലാക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അവർക്കെഴുതുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പൗലോസിന് അറിയാമായിരുന്നു. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിചിത്രമായി ചിലപ്പോൾ തോന്നാൻ സാധ്യതയുള്ള ഈ വാക്യം ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. 2-ാം വാക്യം, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നായ്ക്കളെ സൂക്ഷിപ്പീൻ. പൗലോസ് ഈ വാക്യത്തിൽ മൃഗങ്ങളെക്കുറിച്ചല്ല സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. യെശയ്യാ പ്രവാചകൻ കള്ളപ്രവാചകന്മാർക്കെതിരെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു. വരുവാനുള്ള നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതിന് പകരം സകലവും ഭംഗിയായി നടക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കള്ളപ്രവാചകന്മാരെക്കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പ്രവാചകൻ യെശയ്യാവ് ചെയ്തിരിക്കുന്നത്. കള്ളപ്രവാചകന്മാർ തെറ്റായ സുരക്ഷിതത്വ ബോധം ജനങ്ങൾക്ക് നൽകിയതിനാൽ വടക്കേ ദേശം പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ അടിമത്വത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തെക്കേ ദേശം, അതായത് യഹൂദ, യെരുശലേം ഉൾപ്പെടുന്ന യഹൂദ ദേശം അതുപോലെ ആയിത്തീരരുത് എന്ന മുന്നറിയിപ്പാണ് ദൈവം യെശയ്യാവിലൂടെ നൽകുന്നത്. ഊമ നായ്ക്കൾ എന്നാണ് കള്ളപ്രവാചകന്മാർക്ക് യെശയ്യാവ് നൽകിയിരിക്കുന്ന പേര്. അവർ കാര്യം തുറന്നു പറയുകയില്ല, സംഗതിയുടെ വാസ്തവം അവർ പറയുകയില്ല, ദൈവിക ആലോചന പൂർണ്ണമായി പ്രസ്താവിക്കാത്തവരാണ് നായ്ക്കൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇക്കാലത്ത് നമ്മുടെ സമൃദ്ധിയുടെ സമൂഹത്തിലും ഇതുതന്നെയാണ് അല്ലേ? സുഖം എന്നതാണ് ഇന്നത്തെ പ്രധാന ചിന്ത, എല്ലാവരുടെയും ചിന്ത. സുഖലോലുപത്വം. മനുഷ്യർ അത് പ്രതീക്ഷിക്കുന്നതിനാൽ ഞങ്ങളെപ്പോലെ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകൾ പ്രസംഗവും ആ ഗതിയിലാക്കുവാൻ താല്പര്യമാണ്. യാത്ര ചെയ്യുമ്പോൾ പാർക്കുവാൻ സുഖകരമായ സ്ഥലം നാം അന്വേഷിക്കുന്നു. സുഖജീവിതത്തിന് വേണ്ടിയുള്ള താല്പര്യം സഭയിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ജനങ്ങളുടെ സുഖവും ആശ്വാസവും മാത്രം അന്വേഷിക്കുന്നത് ശുശ്രൂഷയിൽ അപകടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ആശ്വാസത്തിൻ്റെ ദൂതല്ല, പിന്നെയോ മുന്നറിയിപ്പാണ് ആവശ്യമായിരിക്കുന്നത്. വ്യക്തികളെ തൃപ്തിപ്പെടുത്തുവാനല്ല, ദൈവവചനമാണ് നാം പ്രസംഗിക്കേണ്ടത്, അവരെ രൂപാന്തരപ്പെടുത്തുവാനാണ്. അതാണ് പ്രധാനപ്പെട്ടത്. പലപ്പോഴും അത് ആശ്വാസവചനങ്ങളായിരിക്കണമെന്നില്ല. സത്യമാണ് നമുക്ക് കേൾക്കുകയും അറിയുകയും ചെയ്യുവാനായിട്ടുള്ളത്. ഇന്ന് മനുഷ്യർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് സുഖം നൽകുന്ന പ്രസംഗങ്ങളാണ്, രസം നൽകുന്ന പ്രസംഗങ്ങൾ. ഒരു വിനോദോപാധി പോലെയാണ് പ്രസംഗങ്ങൾ. നല്ല രസമായിരിക്കണം, ചിരിപ്പിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്യുവാൻ എന്നോട് പറയരുതേ, എനിക്ക് ലഭിക്കാവുന്നത് വല്ലതുമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു, കേട്ടിരുന്നു കൊള്ളാം
എന്ന ചിന്ത, എൻ്റെ കാതുകൾക്ക് കേൾക്കുവാൻ ഇമ്പമുള്ളത് മാത്രം, അത് മാത്രം പറഞ്ഞാൽ മതി. ദൈവം താങ്കളെ അനുഗ്രഹിക്കും, കഷ്ടങ്ങളിൽ അവൻ കൂടെയിരിക്കും, അവൻ കൂടെയിരിക്കുന്നതിനാൽ ഭയപ്പെടേണ്ടതില്ല, അവൻ നല്ലവനാണ്, അവൻ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. ഇങ്ങനെ പോകുന്നു ആ പ്രസംഗങ്ങൾ. കേൾക്കുവാൻ എന്ത് രസമാകുന്നു എന്നറിയാമോ? എന്നാൽ നിങ്ങൾ കള്ളം പറഞ്ഞ് ധനമുണ്ടാക്കരുത്, നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടണം എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗമാകെ കളഞ്ഞു കുളിച്ചു എന്നാണ് പലരുടെയും ചിന്ത. സുഹൃത്തെ, ഇങ്ങനൊരു ദൂതാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കൾ വെറും മൂഢസ്വർഗത്തിൽ ജീവിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ദൂത് തരുന്നവരെയാണ് വിശുദ്ധ പൗലോസ് ഈ പേര് വിളിക്കുന്നത്, നായ്ക്കൾ. ഒരു സഭയിലെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരംഗം ആ സഭ വിട്ടുമാറിപ്പോയി. അയാൾ പറഞ്ഞ കാരണം അവിടുത്തെ ശുശ്രൂഷകൻ ആശ്വസിപ്പിക്കുന്നതായ ദൂതുകൾ നൽകുന്നില്ല എന്നത്രേ. പിന്നീടാണ് മനസ്സിലായത് ഈ വിട്ടുപോയ മനുഷ്യൻ്റെ കച്ചവടത്തിൽ അയാൾ വെട്ടിപ്പ് കാണിച്ചിരുന്നു എന്ന്. ആ കാര്യത്തിൽ അയാൾക്ക് ഒരു ധാർമ്മിക ബോധവുമില്ലായിരുന്നു. തുറന്നു പറഞ്ഞാൽ അയാൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു ദൂതും ആവശ്യമില്ലായിരുന്നു. അയാൾക്ക് ആവശ്യമായിരുന്നത് മുന്നറിയിപ്പുകളുടെ ദൂതായിരുന്നു. അതത്ര അയാൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഓരോ ദൂതും കേൾക്കുമ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടാവുകയും അത് വർദ്ധിച്ചു വരികയും ചെയ്തിരുന്നു. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഈ പ്രസംഗകൻ അറിഞ്ഞുകൊണ്ട് കുത്തുന്നതാകുന്നു എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ കുത്തുന്നവരുമുണ്ടാകാം. വാസ്തവത്തിൽ പ്രസംഗകൻ ആ വക യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ പലർക്കും കുറ്റബോധമുണ്ടായി എന്ന് വന്നേക്കാം. അത് ആരെയെങ്കിലും ലക്ഷ്യമാക്കി പ്രസംഗകൻ പ്രസംഗിച്ചു എന്നതുകൊണ്ടാകില്ല. ദൈവവചനം പഠിപ്പിച്ചാൽ അത് ഹൃദയങ്ങളെ സ്പർശിക്കും. പത്രോസ് തന്നെ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ നാം വായിക്കുന്ന അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ്. അസുഖമുണ്ടാകുമ്പോൾ അസ്വസ്ഥത സാധാരണമാണല്ലോ. അപ്പോൾ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതെ വല്ല വേദന സംഹാരിയോ അസ്വസ്ഥത മാറ്റാനുള്ള മാർഗങ്ങളോ മാത്രം അവലംബിച്ചാൽ അത് ബുദ്ധിമോശമാണ്. പാപത്തെ ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ കാണരുത്. അതേ സുഹൃത്തെ, ഇന്ന് അനേകരും ഈ പൈങ്കിളി കഥകൾ വായിക്കുന്നത് പോലെയാണ് കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കും പോകുന്നത്. വികാരത്തെ ഇക്കിളിയിട്ടുണർത്തുവാൻ പര്യാപ്തമായ കഥകൾ വായിക്കുമ്പോഴത്തെ അനുഭൂതി കൂട്ടായ്മയിൽ ലഭിക്കുവാൻ ആഗ്രഹിച്ചു വരുന്നവർ തങ്ങൾക്കിഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ ആവശ്യം പോലെ സ്തോത്രവും ഹല്ലേലൂയായും ഒക്കെയുണ്ട്, സ്തോത്രകാഴ്ചയും ഇടും. അല്ലെങ്കിൽ പ്രസംഗം വെറും ബോറൻ ആയിരുന്നു എന്ന് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതാണ് അവരുടെ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് പേടിച്ച് പ്രസംഗകർ തങ്ങളുടെ സ്റ്റൈല് മാറ്റി പ്രസംഗിക്കുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ. വിദേശത്ത് ജോലിയുള്ളവരുടെ വീട്ടിൽ ചെന്ന് സത്യസന്ധരായിരിക്കണമെന്നും കസ്റ്റംസുകാരെ വെട്ടിച്ചൊന്നും കടത്തരുതെന്നും പ്രസംഗിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ബിസിനസ്സുകാരുടെ വീട്ടിൽ ചെന്ന് നികുതിയെല്ലാം ന്യായമായി തന്നെ നൽകണമെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുമോ? ന്യായമായ മാർഗത്തിലൂടെ അല്ലാതെ ധനം സമ്പാദിക്കരുതെന്ന് പറഞ്ഞാൽ അത് കേൾക്കുവാൻ അത്ര സുഖം തോന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പല പ്രസംഗകരും ചിന്തിക്കുന്നത്. ഞാൻ ബുദ്ധിപൂർവം പറയണം. ഇതാണോ ഭാവം? എങ്കിൽ പൗലോസ് വിളിച്ച ആ പേര് ഇവിടെ അങ്ങനെയുള്ളവർക്ക് അന്വർത്ഥമാണ്. ഒന്നും കൊടുക്കാതെ ലഭിക്കുന്ന വല്ലതിനെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത ഉയർച്ചയെക്കുറിച്ച്, എളുപ്പമായിരിക്കുന്ന സ്ഥിതി, അതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം. അതെ, നല്ലൊരു ദിവസം ഈ കാര്യത്തിൽ അല്പം കുരയ്ക്കുവാൻ ആരെങ്കിലും ഉണ്ടായേ മതിയാകൂ. അല്പം കുരയ്ക്കുവാൻ ആരെങ്കിലും ഉണ്ടാകണം. അത് പൗലോസ് തൻ്റെ സമയത്ത് ചെയ്തു. ഇന്നോ യെശയ്യാവിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പും ഭയനിർദ്ദേശവും നൽകേണ്ടതിന് പകരം അവരെ ആശ്വസിപ്പിക്കുന്ന അനേകം കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. ആ കള്ളപ്രവാചകന്മാരെ യെശയ്യാവ് ഊമനായ്ക്കളോടാണ് തുലനം ചെയ്തത്. ഒരു നല്ല ആട്ടിടയൻ എല്ലായ്പ്പോഴും അപകട സാധ്യതയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കും.
ഒരു സിംഹമോ കരടിയോ ആട്ടിൻകൂട്ടത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായാൽ ആ നായെ പേ പിടിച്ചതുപോലെ കുരച്ചുകൊണ്ടിരിക്കും. കഴിയുമെങ്കിൽ അതിനെ ഓടിച്ചു കളയുകയും ചെയ്യും. ഏതെങ്കിലും വിധത്തിലുണ്ടാകാവുന്ന അപകടത്തിന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാർ യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. അതിനാൽ തെക്കേ ദേശം ഉറക്കം പിടിച്ച അവസ്ഥയിലായിരുന്നു, അതായത് യഹൂദ. അവരെ ഉണർത്തുവാനുള്ള യെശയ്യാപ്രവാചകൻ്റെ ശ്രമത്തോട് അവർക്ക് എതിർപ്പാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പൗലോസ് പറയുവാൻ കാരണമായത്? ദൈവവചനത്തിലെ നിജസ്ഥിതി പ്രസ്താവിക്കുന്നതിന് പകരം എല്ലായ്പ്പോഴും ആശ്വാസവാക്കുകൾ മാത്രം പറയുന്നവരെ നാം സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നു, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീനെന്ന്. അവിശ്വസ്തരായ വേലക്കാരാണ് അവർ. പിന്നെ പറയുന്നു, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീനെന്ന്. അവർ യഥാർത്ഥ പരിച്ഛേദനക്കാരല്ലെന്നാണ് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണ അനുഷ്ഠാനവാദികളാണവർ. അതായത് രക്ഷയ്ക്കും വിശദീകരണത്തിനുമായി മോശയുടെ ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ടത് ആണെന്ന് നിർബന്ധിച്ചിരുന്നവർ. അവരെ ഉദ്ദേശിച്ചാണ് പൗലോസ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇനി 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നാം ആണ് പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? ഗലാത്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. പഴയ പരിച്ഛേദനാ കർമ്മത്തിന് പ്രാധാന്യമില്ലാതായിരിക്കുന്നു. അല്ല, ഒരു കർമ്മത്തിനും പ്രാധാന്യമില്ലാത്തതായിരിക്കുന്നു. വെറും ബാഹ്യമായ ഒരു അനുഷ്ഠാനമല്ല ദൈവം നോക്കുന്നത്. യഥാർത്ഥ പരിച്ഛേദന ഹൃദയത്തിൻ്റെ പരിച്ഛേദന മാത്രമാണ്. അത് പുതുജനനമാണ്. ദൈവത്തോട് ഹൃദയത്തിൽ ഒരു പുതിയ മനോഭാവം ഉണ്ടാവുകയാണ്. ക്രിസ്തുവിലായിത്തീരുക എന്നതാണ് യഥാർത്ഥ പരിച്ഛേദന. ഈ അനുഭവം ഇല്ലാത്ത പരിച്ഛേദനയെന്നല്ല ഒരു കർമ്മത്തിനും വിശേഷമില്ല. യഹൂദ മതാനുസാരികൾ എന്നതുകൊണ്ട് വെറും യഹൂദന്മാർ എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ, രക്ഷ പ്രാപിക്കുവാൻ യഹൂദേതരരായ ആളുകൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യഹൂദ നിയമങ്ങളും, പ്രത്യേകിച്ച് പരിച്ഛേദന നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ അവരെക്കൊണ്ട് ചെയ്യുവാൻ പാടുപെടുകയും ചെയ്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ അത്ര ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ആത്മീയ നിഗളത്താൽ ഉത്തേജിക്കപ്പെട്ട ഒരു കൂട്ടമായിരുന്നു ഈ പറഞ്ഞ ആളുകൾ. തങ്ങളുടെ സമയത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഏറിയ പങ്കും ഈ നിയമങ്ങൾ, ഈ ചട്ടങ്ങൾ അനുസരിക്കുന്നതിനായി മാറ്റിവെച്ചിരുന്നതിനാൽ ഈ മാർഗത്തിലൂടെ രക്ഷ ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അല്ല, അങ്ങനെ പഠിപ്പിച്ച പൗലോസിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ അവർ പരമാവധി പരിശ്രമിച്ചു. ഇന്നും എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് സ്ഥിതി. ആചാരങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനാൽ അതിലൂടെ രക്ഷ ലഭിക്കുമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ജനം വ്രതമനുഷ്ഠിക്കുക, നേർച്ച കാഴ്ചകൾ കഴിക്കുക, തീർത്ഥാടനം നടത്തുക, അങ്ങനെ നീണ്ട ഒരു പട്ടിക. വേറെ ചിലർക്ക് തിരുവത്താഴം കൈക്കൊള്ളുക, സ്നാനമേൽക്കുക, സാക്ഷ്യം പറയുക, അങ്ങനെ പോകുന്നു. മറ്റു ചിലർക്ക് നോമ്പ് നോക്കുക, കൃപാന കാണുക, മരിക്കുന്നതിന് മുമ്പും മരണത്തിന് ശേഷവുമുള്ള കർമ്മങ്ങൾ തെറ്റാതെ ചെയ്യുക, അങ്ങനെ വേറെ ഒരു പട്ടിക. സുഹൃത്തെ, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആദ്യം ക്രിസ്തുവിലായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ആയിത്തീർന്നാൽ അത് ജീവിതത്തിൽ വെളിപ്പെടും. യഹൂദ മതാനുസാരികൾ ക്രിസ്ത്യാനികളെ താഴ്ത്തിക്കെട്ടി കണ്ടതിനാൽ വിശുദ്ധ പൗലോസ് യഹൂദന്മാരെ വിമർശിക്കുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, ഇവരും വിശ്വാസികളാണ്, യഹൂദ മതാനുസാരികൾ. ഈ യഹൂദന്മാർ ചിന്തിക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളാണ് തങ്ങളെ രക്ഷിക്കുന്നത് എന്നത്രേ. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് അവർ വന്നത്. അല്ലാതെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമല്ല രക്ഷയ്ക്ക് മുഖാന്തരം
എന്ന് അവർ ചിന്തിക്കുന്നു. ദൈവമക്കൾ പറയുന്നതും ദൈവമക്കൾ ചെയ്യുന്നതും വിശ്വാസത്തിൻ്റെ ഫലമാണ്, അല്ലാതെ വിശ്വാസത്തിനുള്ള ഒരു മുൻവ്യവസ്ഥയല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിഷയം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ത്തി എഴുതേണ്ടതുണ്ട്. വിശ്വാസമാണ് രക്ഷയ്ക്ക് മുഖാന്തരം. വിശുദ്ധ പൗലോസ് തുടർന്ന് പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരുന്നവർ എന്നത്രേ. നമ്മുടെ പഴയ സ്വഭാവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ സാധ്യമല്ല. നാം ക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. രക്ഷയ്ക്കായി നാം നമ്മിലേക്ക് തന്നെ നോക്കുന്നില്ല. നമ്മുടെ സ്വഭാവത്തിനൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തു നമ്മിൽ ആയിത്തീരുകയാണ് വേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ മനസ്സ് ഇമ്പാക്റ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ മനസ്സ് വരണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കൂ. പൗലോസിൻ്റെ ഈ പ്രേക്ഷിത യാത്രകളിൽ ഈ ന്യായപ്രമാണ അനുഷ്ഠാനവാദികൾ അവനെ അനുഗമിച്ചിരുന്നു. പൗലോസ് ഒരു സ്ഥലത്ത് പോയി ഒരു ചെറിയ സഭ സ്ഥാപിച്ച് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് അവിടെ കൂടി വരുന്ന ഈ വിശ്വാസികളെ കണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞിരിക്കാൻ ഇടയുണ്ട്: നാം ജഡത്തിൽ ആശ്രയിക്കരുത് എന്ന്, യാഗങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും ആശ്രയിക്കരുതെന്ന്. ന്യായപ്രമാണം നമ്മെ രക്ഷിക്കയില്ലെന്ന് പൗലോസ് പറയുന്നു. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം. പൗലോസിന് സ്വാഭാവികമായി അഭിമാനിക്കുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് പൗലോസിന് അതേ പറയുവാൻ പറ്റുകയുള്ളൂ. നമുക്കുള്ളതുപോലെയുള്ള യഹൂദ പാരമ്പര്യം അവനില്ല. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, ആ അജ്ഞത കൊണ്ടാണ് പൗലോസ് അപ്രകാരം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസിന് ജഡത്തിൽ ആശ്രയം ഇല്ലാത്തത്. പൗലോസ് അതിനുള്ള ഉത്തരം കൊടുക്കുവാൻ പോവുകയാണ് 4-ാം വാക്യത്തിൽ. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ അവരിൽ ഏറ്റവും അധികമായി എനിക്ക് കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. മതഭക്തിയിൽ മറ്റാരെക്കാളും മുൻപന്തിയിൽ നിന്നിരുന്നവനാണ് അവൻ. ഒരിക്കൽ താൻ ആശ്രയമായി കരുതിയിരുന്ന 7 കാര്യങ്ങളുടെ പട്ടിക തുടർന്ന് പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. മതം കൊണ്ട് ആർക്കെങ്കിലും ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ തർസോസുകാരനായ ശൗലായിരുന്നു അവരിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. മതം കൊണ്ട് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ തർസോസുകാരനായ ശൗലായിരുന്നു അവരിൽ ഒന്നാമൻ. അവൻ പറയുന്നു, മതം കൊണ്ടും പുറമേയുള്ള ആചാരം കൊണ്ടും ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. 3-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ തൻ്റെ ജീവിതാനുഭവങ്ങളാണ് പൗലോസ് വിവരിക്കുന്നത്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ: താങ്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളെ എത്രമാത്രം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്? ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ വിശ്വസ്തതയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായി മുൻപോട്ട് പോയിക്കാട്ടെ. ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. മതങ്ങളുടെ ചുമക്കുവാൻ കഴിയാത്ത ഭാരം എക്കാലത്തും മാനവജാതിയെ ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു എന്നതാണ് ചരിത്രം. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രസക്തി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് ക്രിസ്തു വിളിച്ചു പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ മാർഗം വളരെ ലളിതവും ക്രമീകൃതവുമായും പഠിക്കുവാനുള്ള ഒരവസരമാണ് ജീവസന്ദേശം ഒരുക്കിയിരിക്കുന്നത്. ഈ വചനങ്ങൾ ജീവിതത്തിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷത്തിൻ്റെ പൂർണ്ണത നിങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അതിന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ.